9th standard in the physics second chapter equations of motion. Let us assess questions. 11th question. In the figure given below, a child travels from P to S through Q and R and comes back straight to P. Analyze the figure and complete the table given below. എന്താണ് ചൈൽഡ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? പിയിൽ നിന്നും എസിലേക്ക് ക്യു ആർ വഴിയാണ് എസിലേക്ക് എത്തുന്നത്, തിരിച്ച് പിയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് എത്തുന്നത്. നമുക്കപ്പോൾ ടേബിളിലേക്ക് പോകാം. സ്റ്റാർട്ടിങ് ഫ്രം പി അല്ലേ, സ്റ്റാർട്ടിങ് ഫ്രം പി സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം, വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് സ്പീഡിൻ്റെയും വെലോസിറ്റിയുടെയും ഫോർമുലാസ് എഴുതി വയ്ക്കാം. എന്തൊക്കെയാണ് ഇക്വേഷൻസ് വരുന്നത്? സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം അല്ലേ. ഇനി ഓൺ റീച്ചിങ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്റ്റാർട്ടിങ് ഫ്രം പി, പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്യൂവിലേക്ക് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? പിയിൽ നിന്ന് ക്യൂവിലേക്ക് 60 ആണ് അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈമാണ് ആവശ്യം. അപ്പോൾ 60 ബൈ ടൈം എത്രയാണ് തന്നിരിക്കുന്നത്? പിയിൽ നിന്ന് ക്യൂവിലേക്ക് 10 സെക്കൻഡ്. അപ്പോൾ എന്ത് വന്നു? 60 ബൈ 10 എന്ന് വന്നു. 60 ബൈ 10 എത്രയാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്? 6 ആണ്. ഇനി ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് പിയിൽ നിന്ന് ക്യൂവിലേക്ക് എന്ന് പറയുമ്പോൾ ഇത് ഡിസ്പ്ലേസ്മെൻറ്റും എത്ര തന്നെയാണ് വരുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റും 60 തന്നെയാണ് അല്ലേ, സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ 60 ബൈ 10 തന്നെയാണ് അതിൻ്റെ ടൈം വരിക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും 60നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 തന്നെ കിട്ടി. ഇനി ഓൺ റീച്ചിങ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് ആറിലേക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? പിയിൽ നിന്ന് ഇങ്ങനെ ക്യൂവിലൂടെ ആറിലെത്തണം അല്ലേ. അപ്പോൾ പിയിൽ നിന്ന് ക്യൂവിലേക്ക് 60, 60യിൽ നിന്ന് ആറിലേക്ക് 90. അപ്പോൾ എന്ത് വന്നു? 60 + 90 ആണ് നമ്മുടെ എന്ത് വരിക? ഡിസ്റ്റൻസ് വരിക. അപ്പോൾ 60 + 90 ഡിസ്റ്റൻസ് വന്നു. ഇനി ടൈം എന്ന് പറയുന്നതും പിയിൽ നിന്ന് ക്യൂവിലേക്ക് 10 സെക്കൻഡ്സും ക്യൂവിൽ നിന്ന് ആറിലേക്ക് 15 സെക്കൻഡ്സും ആണ്. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 10 + 15 വന്നു അല്ലേ. അപ്പം ഇനി ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഡിസ്റ്റൻസ് ഈക്വൽ ടു 60 + 90 ബൈ ടൈം എത്രയാണ്? 10ഉം 15ഉം 10 + 15. അപ്പോൾ 60 + 90 എത്ര കിട്ടും? 150 ബൈ 10 + 15 25 കിട്ടി. 150നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടി. ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് അല്ലേ, സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകണം. അതായത് പിയിൽ നിന്ന് ആറിലേക്ക് സ്ട്രെയിറ്റ് പോകുന്നത് ലൈൻ ഏതാ? ഇതാണ്. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാ വരുന്നത്? ഈ 125 മീറ്ററാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. ബൈ ടൈം എന്ന് പറയുന്നത് ഏതിനെ എടുക്കുക? നമ്മുടെ നോർമൽ ടൈമിങ് തന്നെയാണ് എടുക്കുക. അപ്പോൾ 125 ബൈ എന്ത് വന്നു? 10 + 15 അല്ലേ, 25 ഈക്വൽ ടു 5. 125നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 5 കിട്ടി. ഇനി അടുത്തത് ഓൺ റീച്ചിങ് എസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. എസ്സിലേക്ക് പിയിൽ നിന്ന് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ പോവുക? പിയിൽ നിന്ന് ക്യൂവിലേക്ക്, ക്യൂവിൽ നിന്ന് 6 വഴി എസ്സിലേക്ക്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വന്നു? ഇവിടുത്തെ 60 വന്നു, +90 വന്നു, +54 വന്നു. ടൈം എന്ന് പറയുമ്പോൾ എന്ത് വന്നു? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10 സെക്കൻഡ് +15s + 9s വന്നു. അപ്പോൾ എത്ര കിട്ടി? 60 + 90 + 54 204 ബൈ 10 + 15 + 9 34. 204നെ 34 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എസിലേക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുന്നത് ഏതാണ്? 136 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ 136. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടൈം ഏതാണ് എടുക്കുക? ഇതാണ് എടുക്കുക? അല്ല, ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് ഏതാണ് എടുക്കുക? നമ്മുടെ നോർമൽ ടൈം നേരത്തെ എടുത്തത് തന്നെ അല്ലേ, സെയിം തന്നെ എടുക്കണം. അപ്പോൾ നേരത്തെ എടുത്തെന്ന് പറയുമ്പോൾ ഏതാ? 10 + 15 + 9 വേണം എടുക്കാനായിട്ട്. അപ്പോൾ എന്താ വരിക? 136 ബൈ 34 എന്ന് കിട്ടും. ഈക്വൽ ടു എത്ര കിട്ടും? 4 അല്ലേ. 134നെ 34 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടി. ഇനി വൈൽ റിട്ടേണിങ് ടു പി, പിയിലേക്ക് റിട്ടേൺ ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെയാ? പിയിൽ നിന്ന് ക്യൂവിലേക്ക്, ആറിലേക്ക്, എസ്സിലേക്ക്, തിരിച്ച് പിയിലേക്ക് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് എന്ത് വരും? 60 + 90 + 54 + 136 ബൈ ടൈം എത്ര വരും? 10 + 15 + 9 + 16 വരും. അപ്പോൾ എത്ര കിട്ടി? ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 340 ബൈ 10 + 15 + 9 + 16 50. 340നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6.8 എന്ന് കിട്ടി. ഇനി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ തന്നെ തിരിച്ചെത്തണം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് വരിക? 0 ആണ് വരിക അല്ലേ.
ഇനി ബൈ ടൈം ഏതാ വരിക? ഈ ടോട്ടൽ ടൈം തന്നെയാണ് നമുക്ക് വരിക. അപ്പോൾ എത്രയാണ് നേരത്തെ ടോട്ടൽ ടൈം? 50 ആണ് അല്ലേ? അപ്പോൾ 0/50 = 0. 12th question. A stone is thrown vertically upwards with a velocity of 20 meter per second. അല്ലേ? അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതെന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ് അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഇനി A = -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്താണ്? ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ് ദാറ്റ് ദ സ്റ്റോൺ ഹാസ് റീച്ച്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി ആൻഡ് സി ക്വസ്റ്റ്യൻസ് നോക്കാം. ബി, ഹൗ ഫാർ വിൽ ദി സ്റ്റോൺ ട്രാവൽ ഇൻ 3 seconds ആഫ്റ്റർ ഇറ്റ് ഈസ് ത്രോൺ? അല്ലേ? സ്റ്റോൺ ത്രോൺ ചെയ്തതിന് ശേഷം 3 secondsന് ശേഷം എത്ര അകലത്തിലാണ് എത്തിയിരിക്കുന്നത്? സി ക്വസ്റ്റ്യൻ, ഹൗ ഹൈ വിൽ ദ സ്റ്റോൺ ബി ഫ്രം ദ ഗ്രൗണ്ട് 3 seconds ആഫ്റ്റർ ഇറ്റ് ഈസ് റിലീസ്ഡ്? അല്ലേ? ത്രോൺ റിലീസ് ചെയ്തതിന് ശേഷം ഗ്രൗണ്ടിൽ നിന്നും എത്ര ഹൈറ്റിലാണ്? അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്, രണ്ട് രീതിയിലാണ് ചോദിച്ചിരിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? ഇനീഷ്യൽ വെലോസിറ്റി കിട്ടിയിട്ടുണ്ട്, u = 20 മീറ്റർ പെർ സെക്കൻഡ്, ദെൻ ആക്സലറേഷൻ -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഫൈനൽ വെലോസിറ്റി = 0. ഇനി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മാക്സിമം ഹൈറ്റ് അല്ലേ? അപ്പോൾ ഈ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? എസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കണതിൽ യുവും എയും വിയും ഉണ്ട്. ഇത് വെച്ച് എസ്സും അല്ലേ? UAVS ഇത് വെച്ച് വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഏതായിട്ടാണ് വരുന്നത്? അപ്പം വെലോസിറ്റി v² = u² + 2as അല്ലേ? അപ്പോൾ ഈ ഫോർമുലയിൽ യുവും എയും എസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എടുക്കാൻ പറ്റും? എസ്സിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ v² എന്ന് പറയുന്നത് എത്രയാണ്? 0² = u20² + 2 × a ആക്സിലറേഷൻ -10 × s. ഇനി 0² 0 തന്നെ, 20² 400 + 2 × -10s എന്ന് പറയുമ്പോൾ 2 × -10 -20 ആണ് അല്ലേ? അപ്പോൾ -20s. ഇനി ഈ -20sനെ ഈക്വൽസിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി? +20 ആയി അല്ലേ? അപ്പോൾ 20s = 400, ദെൻ s = 400ൻ്റെ അടുത്തേക്ക് 20 വരുമ്പോൾ /20, 400നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 മീറ്റർ ആയിരിക്കും. ഹൗ ഫാർ വിൽ ദി സ്റ്റോൺ ട്രാവൽ ഇൻ 3 seconds ആഫ്റ്റർ ഇറ്റ് ഈസ് ത്രോൺ? എന്താണ്? സ്റ്റോൺ ത്രോൺ എറിഞ്ഞതിന് ശേഷം 3 secondsൽ അത് എത്ര ദൂരം സഞ്ചരിച്ചു? അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റോൺ എറിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് അല്ലേ? ഇപ്പോൾ ഇത് ഗ്രൗണ്ടാണ് എങ്കിൽ ഇതിൽ നിന്നും മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയിലേക്കാണ് എത്തിയിരിക്കുന്നത്? 20 മീറ്റർ ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? മാക്സിമം ഹൈറ്റ് എത്ര ദൂരം ഈ സ്റ്റോൺ സഞ്ചരിച്ചിട്ടുണ്ട്? 20 മീറ്റർ ആണെന്ന് സഞ്ചരിച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. ഇനി നമ്മളോട് ഈ 20 മീറ്റർ എന്ന് പറയുന്നത് അല്ലേ 3 സെക്കൻഡ്സിലുള്ള ദൂരമാണ് സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ 20 മീറ്റർ എന്നുള്ളത് എത്ര സെക്കൻഡ് കൊണ്ടാണ് സഞ്ചരിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? ടൈം ടേക്കൺ ടു റീച്ച് മാക്സിമം ഹൈറ്റ് അല്ലേ? എങ്ങനെയാണ് ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? അതായത് v = u + at എന്നുള്ള ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ v - u = at. അപ്പോൾ എന്ത് കിട്ടും? 80 അല്ലേ? ഇതിൽ നിന്ന് നമ്മൾ ടൈമിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ടൈം = എന്ത് കിട്ടും? v - u/a എന്നായി അല്ലേ? ഇനി v എത്രയാണ്? 0 ആണ് അല്ലേ? ഫൈനൽ വെലോസിറ്റി ഇവിടെ 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 20 ആണ് അല്ലേ? ഇനി ബൈ ആക്സലറേഷൻ എത്രയാണ് വരുന്നത്? -10 ആണ് വരുന്നത്. അപ്പോൾ ഈ 0 - 20 / -10 എന്ന് പറയുമ്പോൾ നമുക്ക് 2 seconds കിട്ടി അല്ലേ? അപ്പോൾ ഈ മാക്സിമം ഹൈറ്റ് 20 മീറ്റർ എന്ന് പറയുന്നത് എത്തിയിരിക്കുന്നത് എത്ര സെക്കൻഡ് കൊണ്ടാണ്? 2 seconds അല്ലേ? 2 seconds കൊണ്ടാണ് എത്തിയിരിക്കുന്നത് അല്ലേ? മാക്സിമം ഹൈറ്റിൽ എത്തിയത് നമ്മൾക്ക് എന്താ 3 സെക്കൻഡ്സിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് അറിയുന്നത്. അപ്പോൾ മാക്സിമം ഹൈറ്റിൽ 2 സെക്കൻഡ് കൊണ്ടാണ് എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബാക്കി 1 സെക്കൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മുകളിൽ നിന്ന് താഴേക്ക് വന്നതായിരിക്കും അല്ലേ? ഈ 1 സെക്കൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മുകളിൽ നിന്ന് താഴേക്ക് വന്നതായിരിക്കും
അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഈ 1 സെക്കൻഡിൻ്റെ ദൂരം കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് 3 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയാൻ പറ്റുള്ളൂ. Distance travel in 3 seconds after thrown is 2 seconds upwards and 1 second downwards. അല്ലേ? അതായത് എന്താ പറഞ്ഞത്? 3 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2 സെക്കൻഡ് അപ്വേർഡ്സും ബാക്കി 1 സെക്കൻഡ് എന്തായിരിക്കും? അപ്പോൾ ഡൗൺവേർഡ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ 2 സെക്കൻഡ് അപ്വേർഡ്സ് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 20 മീറ്റർ ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി 1 സെക്കൻഡ് ഡൗൺവേർഡ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് ഫോർമുല വരുന്നത്? S = U പ്ലസ് √AT² അല്ലേ? ഇനി ഇതിൽ ഈക്വൽ ടു യു അല്ലേ? ഇവിടെ എന്താണ്? മാക്സിമം ഹൈറ്റിൽ എത്തിയതിന് ശേഷം ഡൗൺവേർഡ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് എത്രയാണ് വരിക? 0 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ 0 പ്ലസ് ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണ് വരുന്നത്? ഡൗൺവേർഡ്സ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആക്സിലറേഷൻ എത്രയാണ് വരിക? പോസിറ്റീവ് ആണ് വരിക അല്ലേ? പോസിറ്റീവ് 10 അല്ലേ? ഡൗൺവേർഡ്സ് ആയതുകൊണ്ട്, താഴോട്ടായതുകൊണ്ട് അവിടുത്തെ ആക്സിലറേഷൻ എങ്ങനെ വരിക? പോസിറ്റീവിലാണ് വരിക അല്ലേ? അപ്പോൾ 10 ഇൻറ്റു T² എന്ന് പറയുന്നത് നമ്മൾ 1 സെക്കൻഡിൻ്റെയാണ് അല്ലേ? അപ്പോൾ 1² ഈക്വൽ ടു ഇതെങ്ങനെയാണ്? ഇവിടെ കട്ട് ചെയ്തു അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 1 × 5 മീറ്റർ. ഇതാണ് എന്ത്? 1 സെക്കൻഡ് താഴോട്ട് സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നത് എത്രയാണ്? 5 മീറ്റർ ആണ് വരുന്നത്. ഓക്കെ. ഇനി എന്താണ്? നമുക്ക് ടോട്ടൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ എത്ര വരിക? 20 മീറ്ററും 5 മീറ്ററും ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് equal to 20 plus 5 equal to 25 meter. See question എന്തായിരുന്നു? How high will the stone be from the ground 3 seconds after it is released? അല്ലേ? എന്താണ്? 3 സെക്കൻഡിന് ശേഷം അല്ലേ? അത് ഗ്രൗണ്ടിൽ നിന്നും എത്ര ദൂരത്തിലാണ് അല്ലെങ്കിൽ എത്ര ഹൈറ്റിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? 3 സെക്കൻഡ്സിന് ശേഷം ഗ്രൗണ്ടിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ മാക്സിമം ഹൈറ്റ് 2 സെക്കൻഡ്സ് പോയതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും 1 സെക്കൻഡ് ഡൗൺവേർഡ്സ് ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ്? ഇത്രയും ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇത്രയും ദൂരം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്? ഇവിടെ 20 മീറ്റർ ഉണ്ട്. അതിൽ നിന്ന് ഈ 5 മീറ്റർ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഗ്രൗണ്ടിൽ നിന്നും എത്ര ദൂരത്തിലാണ് ആ സ്റ്റോൺ ഇരിക്കുന്നത്, അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 20 മീറ്റർ മൈനസ് 5 മീറ്റർ ഈക്വൽ ടു എത്ര വരും? 15 മീറ്റർ. അപ്പോൾ ഇതാണ് എന്ത്? ഗ്രൗണ്ട് 3 സെക്കൻഡ് ട്രാവൽ ചെയ്തതിന് ശേഷം അല്ലേ? 3 സെക്കൻഡ്സിന് ശേഷം ഗ്രൗണ്ടിൽ നിന്നും സ്റ്റോണിനുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15 മീറ്റർ. 13th question. An object is moving with a speed of 40 meter per second if it is given a deceleration of 8 meter per second square. എന്താണ്? സ്പീഡ് 40 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? മൂവിങ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അതെന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി യു ഈക്വൽ ടു എത്രയാണ്? 40 ms തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? എ തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഡീസലറേഷൻ ആണ്. അപ്പോൾ അതെന്തെന്നാണ് നമ്മൾ എഴുതുക? -8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതും. ക്വസ്റ്റ്യനിൽ തന്നതൊക്കെ നമുക്ക് എടുത്തെഴുതാം. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്? 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡീസലറേഷൻ എ എത്രയാണ്? -8 ആണ് തന്നിരിക്കുന്നത്. ദെൻ ഫൈനൽ വെലോസിറ്റി ഇവിടെ എത്ര തന്നെയാണ്? 0 തന്നെയാണ്. ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു കം റെസ്റ്റിലേക്ക് എത്താനായിട്ട് എത്ര ടൈം വേണ്ടി വരും അല്ലേ? ഹൗ ലോങ് എത്ര ടൈം എടുക്കുന്നു? അപ്പോൾ നമുക്കിവിടെ ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടി എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിയാൽ യുവും എയും വിയും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ടി എന്ന് പറയുമ്പോൾ ഇത് 3 വെച്ചിട്ട് വരുന്ന ഫോർമുല ഏതാണെന്ന് നോക്കാം.
ഏതാ വെലോസിറ്റി അല്ലേ, v ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ ഇതിലെ വെലോസിറ്റി നമുക്കറിയാം, ഫൈനൽ വെലോസിറ്റി എത്ര 0 അല്ലേ, 0 ഈക്വൽ ടു യു എത്രയാണ് 40 പ്ലസ് എ എന്ന് പറയുന്നത് -8 ആണ് ഇൻറ്റു ടി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി 0 ഈക്വൽ ടു അല്ലേ, അപ്പോൾ ഇതിലത്തെ ഇവിടെ 0 ആണ്. ഇനിയിപ്പോൾ ഈ -8t എന്നുള്ളതിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും, +8t എന്നായി. അപ്പോൾ +8t ഈക്വൽ ടു 40 എന്ന് വന്നു. ഇനി ടി ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്ത് വരും, 40യുടെ അടുത്തേക്ക് /8 എന്നായി. 14 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5 seconds എന്ന് കിട്ടും. അപ്പോൾ എന്താണ്, എത്ര ടൈം എടുക്കും റെസ്റ്റിലേക്ക് എത്താനായിട്ട്, 5 seconds. ഇനി ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഈ ടൈമിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 5 seconds ആണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ ടൈമിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ യു എത്രയായിരുന്നു, 40 ആയിരുന്നു, എ എന്ന് പറയുന്നത് -8 ആയിരുന്നു. അപ്പോൾ ഇതിലത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനുള്ള ഫോർമുല ഏതാണ് വരുന്നത്, യുവും എയും ടി ഉണ്ട്. അപ്പോൾ ഏതാണ് യു ടി പ്ലസ് അര